വാർത്തയിലേക്ക് തിരിച്ചുവരാം. നാടിനെ നടുക്കി കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് അപകടം നടന്നിരിക്കുന്നു. 66 മരിച്ചുവെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. 150-ലേറെ പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ്. പലരെയും മെഡിക്കൽ കോളേജ് വരെ എത്തിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 73 പേരെ ഇതിനകം പ്രവേശിപ്പിച്ചു. ഇതിൽ 10 പേർ മരണപ്പെട്ടു. മരണപ്പെട്ട 9 പേരെയും തിരിച്ചറിയാനായിട്ടില്ല. ഒരാളെ തിരിച്ചറിഞ്ഞു. കൊല്ലം പൂതക്കുളം പ്രദീപ് എന്ന ആളാണ് മരിച്ചത് എന്ന് ഔദ്യോഗികമായി തന്നെ പോലീസും ആശുപത്രി അധികൃതരും അറിയിച്ചിരിക്കുന്നു. കൂടുതൽ ആളുകളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും എന്ന വിവരം ആശുപത്രി അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. പോലീസിനും ഈ വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അലർട്ടായാണ് പോലീസും ആശുപത്രി അധികൃതരും ഇരിക്കുന്നത്. ഇവിടെ ചികിത്സ തേടിയിരിക്കുന്ന 73 പേരിൽ കൂടുതൽ ആളുകളുടെയും നില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണെന്നാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെടിക്കെട്ട് അപകടം ഉണ്ടായ ഉടൻ തന്നെ കൊല്ലത്തെയും പരിസര പ്രദേശത്തെയും ആശുപത്രിയിൽ കൂടുതൽ ഗുരുതരമായപ്പോൾ അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്ന 73 പേരും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. കൂടുതൽ ആശുപത്രികളിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന വിവരവുമുണ്ട്. അതായത് ഇവിടെ എത്തിക്കുന്ന ആളുകളിൽ മിക്ക ആളുകളും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇവിടെ എത്തുന്നത്. വളരെ ദയനീയമായി തന്നെയാണ് പലരുടെയും അവസ്ഥ എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനും സാധിക്കും. ചില ആളുകളുടെ മൃതദേഹം ഒരു തരത്തിലും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിൽ തന്നെയാണുള്ളത്. ആയിലുമൊക്കെ പൊതിഞ്ഞ് വാരിക്കെട്ടി കൊണ്ടുവരുന്ന ദയനീയമായ കാഴ്ചകളും കാണാം. പലരുടെയും ശരീരഭാഗങ്ങൾ പല ഭാഗങ്ങളായി ചിതറി കിടക്കുന്നുണ്ട്. ചില ആളുകളുടെ ശരീരഭാഗങ്ങൾ ചിതറി കിടക്കുന്നതായും കാണാം. അത്തരത്തിലുള്ള മുഴുവൻ ആളുകളെയും മെഡിക്കൽ കോളേജ് അധികൃതർ എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടി അവർക്കായുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, പോലീസ് ഇടപെട്ട് കൊല്ലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുള്ള റൂട്ടിൽ ഗതാഗത ക്രമീകരണങ്ങളും നടത്തിയിരിക്കുന്നു. ഒരു തരത്തിലും ആംബുലൻസിന് കടന്നു വരാൻ പറ്റാത്ത ഒരു സ്ഥിതിയും ഉണ്ടാവരുത് എന്ന കർശന നിർദ്ദേശം DGP സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വളരെ വലിയ ക്രമീകരണങ്ങൾ തന്നെ ചെയ്തിരിക്കുന്നു. മുഴുവൻ സ്റ്റാഫുകളോടും ഡോക്ടർമാരോടുമൊക്കെ പുലർച്ചെ തന്നെ ആശുപത്രിയിൽ അടിയന്തരമായി എത്താനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ആവശ്യമായ സജ്ജീകരണങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കൃത്യമായി ആംബുലൻസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റഹീസ്, മരിച്ച ഒരാളുടെ വിവരം ലഭിച്ചിരിക്കുന്നു. ഒരാളുടെ മരണത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആരാണ് അദ്ദേഹം? എന്താണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ? കൊല്ലം പൂതക്കുളം സ്വദേശി പ്രദീപ് എന്നാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞയാളുടെ പേര്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് കൂടുതൽ വിവരങ്ങൾ ഇവർക്കറിയില്ല. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഒപ്പമുണ്ടായിരുന്നു. ആദ്യം എത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾ കൊണ്ടുവരികയായിരുന്നു. പക്ഷെ അതിനുശേഷം ബന്ധുക്കളെത്തി തിരിച്ചറിഞ്ഞതായിരുന്നു. കണ്ടാൽ തന്നെ മനസ്സിലാകുന്ന രീതിയിലായിരുന്നു പ്രദീപ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വേഗത്തിൽ തിരിച്ചറിയാൻ സാധിച്ചത്. മറ്റു പലരുടെയും ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ അവിടെ കാണാതായതോ അതല്ലെങ്കിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാത്തതുമായ ആളുകളോട്, അവരുടെ ബന്ധുക്കളോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരാനുള്ള ഒരു നിർദ്ദേശമാണ് ആശുപത്രികളിൽ നിന്നും അല്ലെങ്കിൽ അവരോട് ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കുന്നവർക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നുണ്ട്. കാരണം 9 പേരെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ശരി റഹീസ്, തുടരുക. ഇപ്പോൾ കൊല്ലത്തുനിന്ന് ശ്യാം ബാബു ചേരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ എവിടെയാണ്? എന്തൊക്കെയാണ് പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? നിസാറ, ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ശരീരഭാഗങ്ങൾ മാത്രമാണ് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് പൊള്ളലേറ്റ കുറെ പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരിൽ ചില നില ഗുരുതരമായവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ആലപ്പുഴയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിൽ കിടത്തി
നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ ശരീരഭാഗങ്ങൾ വാരി കൂട്ടിക്കൊണ്ടുവന്ന് ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ, ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയുടെ മുമ്പിൽ കിടത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 9ഓളം പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വിവിധ ഭാഗങ്ങൾ മാത്രം, ശരീരഭാഗങ്ങൾ മാത്രമാണുള്ളത്. മുഖമോ അതുപോലെ തന്നെ തലയേറ്റുപോയ തരത്തിലുള്ള ശരീരഭാഗങ്ങളാണ് ഇവിടെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന ആംബുലൻസുകളിലെല്ലാം ഇത്തരത്തിലുള്ള ശരീരഭാഗങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പൂർണ്ണമായി മരണം സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് പറയത്തക്ക രീതിയിലുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 9ഓളം പേര്. മരിച്ചവരോ പരിക്കേറ്റവരോ ആയ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവരുടെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ? നിസ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത്തരത്തിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നവരുടെ ആരും എന്ന് തിരിച്ചറിയാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതേസമയം പൊള്ളലേറ്റ കുറെ പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാണ്ട് 10-40ഓളം പേരെ ഈ ആശുപത്രിയിൽ, കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അവരെ കാഷ്വാലിറ്റിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മോർച്ചറിയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെയാണ് മരിച്ചവരെ ഇത്തരത്തിൽ ഈ ഭാഗത്തേക്കാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് ആശുപത്രികളിലേക്കും ഇത്തരത്തിൽ പൊള്ളലേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അസീസിയ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ കൊല്ലത്ത് മറ്റ് സ്വകാര്യ ആശുപത്രികൾ, കുട്ടിയത്തെ സ്വകാര്യ ആശുപത്രി, മാത്രമല്ല പരവൂരിലെ ആശുപത്രി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരാളുടെ മരണം മാത്രമാണ്, മരിച്ച ഒരാളുടെ വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. കൂടുതൽ ആളുകളുടെ വിവരം ലഭിക്കേണ്ടതുണ്ട്. ശ്യാം, കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് കൂടുതൽ ആളുകളെയും പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ആദ്യം എത്തുന്നത് അങ്ങോട്ട് തന്നെയായിരിക്കും. എന്തൊക്കെ സൗകര്യങ്ങളാണ് ആളുകൾക്ക് വേണ്ടി, പരിക്കേറ്റ് അവിടെ എത്തുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായും വലിയ തരത്തിലുള്ള സൗകര്യങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെ, റൂറൽ മേഖലയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും കൊല്ലം നഗരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. 100ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ, പുറത്ത് റൂറൽ മേഖലയിൽ നിന്ന് 100ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലം ജില്ലാ ആശുപത്രിയുടെ പരിസരത്ത് മാത്രം എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല കൊല്ലം നഗരത്തിലും പ്രത്യേക ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡുകളിൽ വിവിധ തരത്തിൽ ട്രാഫിക് സംവിധാനങ്ങൾ, പ്രത്യേക ട്രാഫിക് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആംബുലൻസുകൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ ആശുപത്രിയിലേക്ക് കടന്നെത്തുന്ന സൗകര്യങ്ങൾ കൊല്ലം നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പരവൂർ മേഖലയിലും ഇത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിവിധ സന്നദ്ധ സംഘടനകളും ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ശരീരഭാഗങ്ങൾ ഇവിടെ എത്തിക്കുന്നത് തന്നെ ചില സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ്. പോലീസിനൊപ്പം തന്നെ ഇത്തരം സംഘടനാ പ്രവർത്തകർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ശരീരഭാഗങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ്. മാത്രമല്ല ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 3-3:30 ഇടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതെന്നാണ് വിവരം. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച്, അതായത് ഏതാണ്ട് അരമണിക്കൂറോളം ഈ ഭാഗങ്ങളിലേക്ക് കടന്നെത്തുവാൻ ആളുകൾക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രത്തോളം മരണസംഖ്യ ഉയരുന്നതിനുള്ള കാര്യം. തീ പടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അരമണിക്കൂറോളം ഈ ഭാഗങ്ങളിലേക്കൊന്നും കടന്നെത്തുന്നതിന് പലർക്കും ഇതെന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇവിടെ ആശുപത്രിയിലേക്ക് വരുന്നവരിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം പലർക്കും എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് വെടിക്കെട്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വെടിക്കെട്ടിന്റെ ഭാഗമായുള്ള തീയാണ് എന്ന സംശയത്താൽ പലരും അവിടെ തന്നെ നിൽക്കുകയുണ്ടായി. തുടർന്നാണ് വലിയ തരത്തിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണ് വലിയ ഒരു തരത്തിൽ ഈ ദുരന്തം വളരുന്നതിനുള്ള കാരണം ഇതാണ്. പലർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. വെടിക്കെട്ടിന്റെ ഭാഗമായുള്ള തീ പടരുന്നതാണെന്നുള്ള സംശയത്താൽ പലരും ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ നിന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല ദേവസ്വം ബോർഡ് കെട്ടിടത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി, രക്ഷപ്പെടുന്നതിന് വേണ്ടി പലർക്കും സാധിച്ചില്ല. ദേവസ്വം ബോർഡ് കെട്ടിടം പൂർണ്ണമായും അത് തകർന്നു വീണു. പലരുടെയും ഈ കെട്ടിടത്തിന്റെ അടിഭാഗങ്ങളിൽ എവിടെങ്കിലും ഇത്തരം മൃതശരീരങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ഏതായാലും അവിടെ ആ പ്രദേശത്ത് നിന്നുള്ള ശരീരഭാഗങ്ങൾ ഇത്തരത്തിൽ ചിന്നിച്ചിതറിപ്പോയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ ഈ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പൊള്ളലേറ്റവരെ ഏതാണ്ട് പൂർണ്ണമായും ആശുപത്രിയിൽ എത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗുരുതരമായ പൊള്ളലേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. പ്രത്യേകിച്ചും പരവൂർ മേഖല തിരുവനന്തപുരം ജില്ലയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. കൊല്ലം അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയ്ക്കും തിരുവനന്തപുരം ജില്ലയ്ക്ക് അടുത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഏതാണ്ട് പൂർണ്ണമായുള്ള സൗകര്യങ്ങൾ, കൂടുതൽ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാധ്യതയായിരിക്കും തെരഞ്ഞെടുക്കുക. ക്ഷേത്ര ഭാരവാഹികളും അത്തരത്തിലുള്ള സാധ്യതകളായിരിക്കും തെരഞ്ഞെടുക്കുക. പൊള്ളലേറ്റവരെ പ്രത്യേകിച്ചും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏതാണ്ട് പൊള്ളലേറ്റ മുഴുവൻ പേരെയും ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഈ ദേവസ്വം ബോർഡ് കെട്ടിടത്തിന്റെ അടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ പെട്ടിട്ടുണ്ടോ എന്ന് വേണം നമുക്ക് അറിയാൻ. അത്തരത്തിലുള്ള ഭാഗങ്ങൾ എന്തെങ്കിലും, അത്തരത്തിലുള്ള ആളുകൾ, ജനങ്ങൾ എന്തെങ്കിലും ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ഇത്തരത്തിൽ കെട്ടിടത്തിന് അടിയിൽ മറ്റോ ഉണ്ടോ എന്ന തരത്തിലുള്ള പരിശോധന ഇപ്പോൾ പരവൂരിൽ നടക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ ഭാഗങ്ങളിൽ, കൊല്ലം SP അടക്കമുള്ളവർ ഈ പരവൂരിൽ തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല വലിയ തരത്തിലുള്ള ട്രാഫിക് സംവിധാനങ്ങൾ പരവൂർ മേഖലയിൽ ഇത്തരത്തിൽ
ശ്യാം ദയവായി തുടരുക. ഡോക്ടർ തോമസ് മാത്യു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്ന ആളുകളുടെ അവസ്ഥ? രക്ഷിക്കാൻ കഴിയുന്ന ആളുകൾ അതിലുണ്ടോ? ഇതൊരു തുടരായിട്ട് ആളുകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ചെയ്യാവുന്ന എല്ലാം ചെയ്യാനായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങളെല്ലാം സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിൻസിപ്പൽ എന്നുള്ള മാത്രമല്ല, സൂപ്രണ്ട്, ബാക്കിയുള്ള സർജറി വിഭാഗത്തിലെ ഡോക്ടർമാർ, സംവിധാനങ്ങളെല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പൂർണ്ണമായ ഒരു ചിത്രം വ്യക്തമായിട്ടില്ല. അത് വരുന്ന ആളുകളെ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി കാഷ്വാലിറ്റിയിൽ നിന്ന് മറ്റ് സംവിധാനങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പൂർണ്ണമായ ചിത്രം ഇനി വ്യക്തമാകാനിരിക്കുന്നതേ ഉള്ളൂ. ഡോക്ടർ, എത്ര പേരുടെ മരണമാണ് മെഡിക്കൽ കോളേജിൽ സ്ഥിരീകരിച്ചത്? ആ കാര്യങ്ങളെ പറ്റി പറയാൻ അല്പം സാവകാശം വേണം. കാരണം ഇത് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിന് പൂർണ്ണമായ വിവരം അല്പം കൂടെ സാവകാശത്തിന് ശേഷം പറയാനാവുള്ളൂ. അവർക്ക് ആവശ്യമുള്ള ചികിത്സാ സൗകര്യങ്ങൾ എല്ലാം അവിടെ ഒരുക്കുന്നുണ്ടോ? ആ രീതിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്? ഇപ്പോഴോ ഈ വരുന്ന ആളുകളുടെ ഗുരുതരാവസ്ഥ അനുസരിച്ചുകൊണ്ടുള്ള സമീപനമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഒരു കാഷ്വാലിറ്റി സംവിധാനം എന്നുള്ള നിലയിൽ ഏറ്റവും ഗുരുതരമായ ആളുകളെ ഏറ്റവും അത്യാവശ്യം വേണ്ട ശ്രദ്ധ കൊടുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അല്പം കൂടെ ഒരു സാവകാശം, കുറച്ചുകൂടെ അല്പനേരം കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു പൂർണ്ണമായ ചിത്രം നൽകാനാവും. ഡോക്ടർ, ഇന്ന് ഞായറാഴ്ചയാണ്, കൂടുതൽ പേരും അവധിയിലായിരിക്കും. അതിനോടൊപ്പം തന്നെ അവിടെ ഡോക്ടർമാരും നഴ്സുമാരും ആവശ്യത്തിന് വേണ്ട സൗകര്യങ്ങളുണ്ടോ? അവരെ എല്ലാവരെയും ഡ്യൂട്ടിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പം ഈ ഡ്യൂട്ടിയിൽ ഓൾറെഡി കാഷ്വാലിറ്റിയിലുള്ളവരും അല്ലാത്ത സർജറി വിഭാഗത്തിലും മറ്റ് കാഷ്വാലിറ്റി സംവിധാനമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം അലർട്ട് ചെയ്ത് കഴിഞ്ഞു. അവര് അവധി എന്നുള്ള ഒരു കാര്യമില്ല നമുക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രി എന്നുള്ള നിലയിൽ. എന്നാലും കൂടുതലായിട്ട് വേണ്ടി വരുന്ന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി ഡോക്ടർ തോമസ് മാത്യു. നാടിനെ നടുക്കി കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് അപകടം നടന്നിരിക്കുന്നു. 66 മരിച്ചു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. 150-ലേറെ പേർക്ക് പരിക്കേറ്റു.